Okay, good morning all. ഇന്നലെ വരെ നമ്മൾ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സർക്കുലാർ സെക്ഷനും പറഞ്ഞു, അതിന്റെ 2-3 പ്രോബ്ലം പറഞ്ഞു. ഇന്ന് നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് നോച്ചസ് ആൻഡ് വിയേഴ്സ്. ഓക്കെ, നോച്ചസ് ആൻഡ് വിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പിക്ചർ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നോക്കിയേ, നമ്മളുടെ ചാനൽ, ഓക്കെ, ഒരു ഓപ്പൺ ചാനൽ എടുക്കുവാണെങ്കിൽ അതിന് അക്രോസ് ആയിട്ട് ഒരു ഡാം ലൈക്ക് സ്ട്രക്ചർ, പക്ഷെ ഡാം അല്ല, ഡാമിനേക്കാളും ചെറിയൊരു സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക, അതിനാണ് വിയേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് അപ്സ്ട്രീം സൈഡ് നമ്മൾ റിവറിന്റെ ഇടയ്ക്ക് ഒന്ന് കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ അപ്സ്ട്രീം സൈഡിന്റെ വാട്ടർ ലെവല് ഒന്ന് റൈസ് ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും ഇറിഗേഷൻ പർപ്പസിനൊക്കെ വേണ്ടി അപ്സ്ട്രീം സൈഡിലെ വാട്ടർ ലെവൽ റൈസ് ചെയ്തിട്ട് ഏതെങ്കിലും കനാൽസ് വഴിയൊക്കെ ഇറിഗേഷൻ പർപ്പസിലായിട്ട് വാട്ടർ കൺവേ ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വിയർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി ചിലപ്പോൾ അവിടെ ഓവറായിട്ട് അത് വാട്ടർ അവിടെ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് താഴോട്ട് നമുക്ക് റിലീസ് ചെയ്യിക്കണം. അപ്പോൾ ആ റിലീസ് ചെയ്യിക്കുമ്പോഴത്തേക്കും അപ്പോൾ ആ ഒരു സ്ട്രക്ചറിന്, ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ, നമ്മൾ റിവറിന്റെ ഇടയ്ക്ക് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിന് പറയുന്ന പേരാണ് വിയേഴ്സ്. ഇനി ഈ വിയേഴ്സിൽ കൂടെയുള്ള ഡിസ്ചാർജും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഈ ഒരു പിക്ചർ നോക്കിയേ, ഇതൊരു ചാനൽ, ഒരു ക്ലോസ്ഡ് ആയിട്ട് കാണിച്ചെന്നേ ഉള്ള ഒരു ഓപ്പൺ ചാനൽ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മളുടെ കോൺക്രീറ്റ് വോൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓവർഫ്ലോ ആകുമ്പോഴത്തേക്ക് അതിനകത്തൂടെ വാട്ടർ അവിടുന്ന് ഡൗൺ സ്ട്രീമിലോട്ട് പോകും. അപ്പൊ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ നോക്കി, റെക്ടാങ്കുലർ സ്ട്രക്ചർ ആണ് ഈ ഒരു പിക്ചർ. റെക്ടാങ്കുലർ സ്ട്രക്ചർ, രണ്ടാമത്തെ പിക്ചർ ഒരു ട്രയാങ്കുലർ സ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വിയറിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്രഷൻ പറയുന്ന പേരാണ് നോച്ചസ്. അപ്പൊ ഈ രണ്ടും നമ്മൾ ഒരേ ടേമിൽ യൂസ് ചെയ്യും. ആക്ച്വലി വിയർ എന്ന് പറയുന്ന ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ആണ്. ആ വിയറിന്റെ മുകളിലായിട്ട്, അല്ലെ വിയറിനകത്തായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന, ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഷേപ്പ്, പല ഷേപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. റെക്ടാങ്കുലർ ഷേപ്പോ ട്രയാങ്കുലർ ഷേപ്പോ ട്രപ്പിസോഡൽ ഷേപ്പോ, അങ്ങനെ പല ഷേപ്പ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആ ഒരു ഷേപ്പ്, ആ ഒരു സ്ട്രക്ചറിന് പറയുന്നതാണ് നോച്ചസ്. നമ്മൾ കമ്പൈൻഡ് ആയിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. ഡിസ്ചാർജ് ഓവർ റെക്ടാങ്കുലർ വിയർ അല്ലെ റെക്ടാങ്കുലർ നോച്ച്, അങ്ങനെ ഓൾറെഡി ഒരേപോലെ ആയിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് വിയർ എന്താണ്, നോച്ച് എന്താണ്. ഇനി അതിൻ്റെ കൂടെ ഒരു ടേം നമ്മൾ പറയും നാപ്പി എന്നൊക്കെ പറയും. കാരണം അതിന്റെ ഫ്ലോ പാറ്റേൺ, ആ താഴെ കൂടെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ വെള്ളം ഇവിടെ താഴോട്ട് വരുന്ന ആ ഒരു ഷേപ്പിന് പറയുന്നതാണ് നാപ്പി എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് മൂന്നും എന്താന്ന് നോക്കാം. നോച്ച്, നോച്ച് ഓൾറെഡി പറഞ്ഞു തണ്ട്, ഇതാണ് നോച്ച്. ആ ട്രയാങ്കുലർ ഷേപ്പിൽ കാണുന്ന, റെക്ടാങ്കുലർ ഷേപ്പിലൊക്കെ കാണുന്നതാണ് നോച്ച്. ഓക്കെ, ദിസ് ഈസ് എ നോച്ച്. അപ്പൊ ഈ ഒരു ഫിയറിനകത്ത് ആ ഒരു കോൺക്രീറ്റ്, ആ ഒരു ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ വിയർ സ്ട്രക്ചർ. A notch is a device used for measuring the rate of flow of a liquid through a small channel or a tank. ടാങ്കിലും മെഷർ ചെയ്യാം, ചാനലിൽ കൂടെ മെഷർ ചെയ്യാം, ഏതിലും വേണേലും നമുക്കൊരു മെഷർ ചെയ്യാം, ഫ്ലോ മെഷർ ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആണ് നോച്ച് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒന്നും കൂടെ ഡെഫിനിഷൻ ആയിട്ട് പറയുവാണെങ്കിൽ, നമ്മളൊരു ടാങ്കിന്റെ ഒരു സൈഡിൽ ഒരു നോച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഇങ്ങനെ വിചാരിക്കുക, ഒരു ടാങ്കിന്റെ സൈഡിൽ ഒരു നോച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോച്ചിൽ കൂടെയുള്ള വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ ടാങ്കിന്റെ ലെവലിനേക്കാളും കുറച്ച് താഴെയായിരിക്കും അതിനകത്ത് വാട്ടർ ലെവൽ നിൽക്കുന്നത്. Okay, it may be defined as an opening in the side of a tank or a small channel in such a way that the liquid surface in the tank or channel is below the top edge of the opening. ഓക്കെ ആണല്ലോ. ഇനി വിയറിന്റെ ഡെഫിനിഷൻ നോക്കുകയാണ്. ഇറ്റ് ഈസ് എ കോൺക്രീറ്റ് ഓർ മേസണറി സ്ട്രക്ചർ placed in an open channel over which the flow occurs. It is generally in the form of a vertical wall with a sharp edge at the top. ദാറ്റ് മീൻസ് ദാണ്ട് ഈ ഒരു പിക്ചർ നോക്കി, ഈ ഒരു പിക്ചറിനകത്ത് ആ ഒരു ബ്ലാക്ക് സ്ട്രക്ചർ ആണ് വിയർ. അതിന് മുകളിൽ ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ ഷാർപ്പ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, with sharp edge at the top running all the way across the open channel. The notch is a small size while the weir is of bigger size. ഇപ്പൊ ചെറിയ സൈസ് ആണ് അതിന് നോച്ച് എന്നും പറയും, വലിയ സൈസ് ആണ് അതിന് വിയർ എന്നും പറയും. The notch is generally made up of metallic plate while weir is made up of concrete or masonry structure. ഇനി ഇപ്പൊ അടുത്ത് പറഞ്ഞ ഒരു ടേം ആണ് നാപ്പി ഓർ വെയിൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ഷീറ്റ് ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ എ നോച്ച് ഓർ ഓവർ the weir is called nappy or vein. ഇനി ക്രസ്റ്റ് ഓർ സില്ല്, ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ടോപ്പ് ലെവലിന് പറയുന്നതാണ് ക്രസ്റ്റ്. ഓക്കെ, ക്രസ്റ്റ് ഓർ സില്ല്, ദ ബോട്ടം എഡ്ജ് ഓഫ് ദി നോച്ച് ഓർ ടോപ്പ് ഓഫ് ദ വിയർ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു നോച്ച് എടുക്കുകയാണ് അതിന്റെ ബോട്ടം എഡ്ജിനാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്, വിയർ എടുക്കുകയാണ് അതിന്റെ ടോപ്പ് എഡ്ജിനാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇസ് നോൺ ആസ് സിൽ ഓർ ക്രസ്റ്റ്. അപ്പൊ ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് നോട്ട് ചെയ്യുക. നമുക്ക് ഒരു 3 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യനിലൊക്കെ വരും അതിന്റെ ക്ലാസിഫിക്കേഷൻ.
Okay, classification ഇച്ചിരി സ്പീഡിൽ പോവാണ്. Classification of notches and wears. Okay, according to the shape of the opening, a rectangular notch, triangular notch, trapezoidal notch and stepped notch. അപ്പൊ 4 ടൈപ്പ് ഉണ്ട്. എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട് സ്റ്റെപ്ഡ് നോച്ച്. ഇപ്പൊ സ്റ്റെപ്ഡ് നോച്ച് എന്താന്ന് ഞാൻ പിന്നെ നമുക്ക് അങ്ങോട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങോട്ട് പറയാം. ജസ്റ്റ് ഇതട്ടെ, ഈ ഒരു നോച്ചാണ് നമ്മളുടെ സ്റ്റെപ്ഡ് നോച്ച്. കണ്ടോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോച്ചസ്. അപ്പൊ കോമ്പിനേഷൻ ഓഫ് റെക്ടാങ്കുലർ നോച്ചിന് തന്നെയാണ് നമ്മൾ സ്റ്റെപ്ഡ് നോച്ച് എന്ന് പറയുന്നത്. Okay, and next one, according to the effect of the side of the nape. ഇനി ഈ side nape വരുന്ന അനുസരിച്ച് നമുക്ക് അതിനെ പറയാം notch with the end contraction and notch without the end contraction or suppressed notch. ഇത് നമ്മൾ അങ്ങോട്ട് end contraction ഒക്കെ പഠിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആവത്തില്ല. ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾക്ക് end contraction മനസ്സിലാവത്തില്ല. end contraction അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ end contraction കൺസിഡർ ചെയ്യാത്തതിന് നമ്മൾ പറയുന്ന പേരാണ് suppressed notch. Notch without end contraction is known as suppressed notch. Okay, in wears പറയുവാണെങ്കിൽ wears are classified according to the shape of the opening, the shape of the crest, the effect of the side of the nape and nature of discharge. Okay, the following are the important classification. First one, rectangular wear, triangular wear and trapezoidal wear. അപ്പൊ വിയർ നമ്മൾ സ്റ്റെപ്ഡ് വിയർ എന്ന് പറയത്തില്ല. റെക്ടാങ്കുലർ വിയർ, ട്രയാങ്കുലർ വിയർ ആൻഡ് ട്രപ്പിസോയിഡൽ വിയർ. ഇനി ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ട്രപ്പിസോയിഡൽ വിയർ ആണ് സിപ്പോളറ്റി വിയർ. ഓക്കെ, നമ്മൾ ഡീൽ ചെയ്യാം പിന്നെ. ദെൻ സെക്കൻഡ് വൺ, അക്കോർഡിംഗ് ടു ദ ഷേപ്പ് ഓഫ് ദി ക്രസ്റ്റ്, ഷാർപ്പ് എഡ്ജഡ് വിയർ, ബ്രോഡ് ക്രസ്റ്റഡ് വിയർ, നാരോ ക്രസ്റ്റഡ് വിയർ, ഊഗി ഷേപ്ഡ് വിയർ. ഓക്കെ, ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് പഠിക്കാനുണ്ട്. ജസ്റ്റ് പേര് നോട്ട് ചെയ്ത് വെക്കുക. ഷാർപ്പ് ക്രസ്റ്റഡ് വിയർ ഉണ്ട്, ബ്രോഡ് ക്രസ്റ്റഡ് വിയർ. ബ്രോഡ് ക്രസ്റ്റഡ് വിയർ എന്ന് പറയുന്ന ആ കോൺക്രീറ്റ് സ്ട്രക്ചറിന്റെ വിഡ്ത് കൂടുതലാണെങ്കിൽ ബ്രോഡ് ക്രസ്റ്റഡ് എന്ന് പറയും. വിഡ്ത് കുറവാണെങ്കിൽ നാരോ ക്രസ്റ്റഡ് എന്ന് പറയും. ദെൻ ഉഗി ഷേപ്പ്. ഉഗി ഷേപ്പ് എന്ന് പറഞ്ഞ ഒരു എസ് ഷേപ്പ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് ആ ഒരു ഷേപ്പ് നമ്മൾ കറക്റ്റ് സ്ലോപ്പ് അല്ലാതെ ഒരു എസ് ഷേപ്പ് കൊടുക്കുന്നതാണ് ഉഗി ഷേപ്ഡ് വിയർ. Then according to the effect of the side of the emerging nape, wear with end contraction and wear without end contraction. Same as നമ്മൾ നോച്ചി പറഞ്ഞതുപോലെ end contraction ക്ലാസിഫൈ കൺസിഡർ ചെയ്താൽ നമ്മൾ വിയേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് തിയറി പറയാനുള്ളത്. ഇനി നമ്മൾ ഓരോ നോച്ചസ് ആയിട്ട് നോക്കാം. റെക്ടാങ്കുലർ നോച്ച് അല്ലെങ്കിൽ റെക്ടാങ്കുലർ വിയർ, അതിൽ കൂടെ പോകുന്ന ഡിസ്ചാർജ്. ട്രയാങ്കുലർ വിയർ, അതിന്റെ ഡിസ്ചാർജ്. ട്രപ്പിസോഡൽ വിയർ, അതിൽ കൂടെ പോകുന്ന ഡിസ്ചാർജ്. അപ്പൊ ഇന്ന് ഡിസ്ചാർജിന്റെ ഫോർമുലാസ് അതിന്റെ ഡെറിവേഷൻസ് നോക്കുന്നുള്ളൂ. നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് ഞാൻ അതിന്റെ പ്രോബ്ലംസ് തരാം. അപ്പൊ പ്രോബ്ലംസ് എല്ലാം ഒരുമിച്ച് കമ്പൈൻഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഡിസ്ചാർജ് ഓവർ എ റെക്ടാങ്കുലർ നോച്ച് ഓർ വിയർ. അപ്പൊ നിങ്ങൾ എളുപ്പമാണ് നമുക്ക് പഠിക്കാൻ, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പൊ ഈ ആദ്യമേ പിക്ചർ മാത്രം കൺസിഡർ ചെയ്തേ. ഓക്കെ, ഈ പിക്ചറിനകത്ത് ആദ്യം ഒരു നമുക്ക് തന്നിരിക്കുന്ന റെക്ടാങ്കുലർ നോച്ച് അല്ലെ റെക്ടാങ്കുലർ വിയർ എന്ന് പറയും. ഇവിടെ ക്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതിന് മുകളിൽ കൂടെ പോകുന്ന വാട്ടറിന്റെ ഹൈറ്റ് ആണ് എച്ച്. ഓക്കെ, വിയറിന്റെ ഹൈറ്റ് തന്നെ ഇവിടം വരെ ഉള്ളൂ. ബാക്കി മുകളിലോട്ട് പോകുന്ന വാട്ടറിന്റെ ഹൈറ്റ് ആണ് ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ അനാലിസിസ് പർപ്പസിന് വേണ്ടി ഈ ക്യാപിറ്റൽ ഹൈറ്റിനെ നമ്മളൊരു ചെറിയൊരു റെക്ടാങ്കുലർ ഷേപ്പ് ആയിട്ട് എടുത്തിട്ട് അതിനൊരു ചെറിയൊരു ടോപ്പിൽ നിന്ന് സ്മോൾ എച്ച് ഡെപ്തിൽ ഡി എച്ച് എന്ന് പറയുന്ന തിക്നെസ്സിലുള്ള ചെറിയൊരു എലമെന്ററി സ്ട്രിപ്പ് കൺസിഡർ ചെയ്യും. ഓക്കെ, എച്ച് എന്ന് പറയുന്ന ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്ന ഡെപ്ത് ഓഫ് വാട്ടർ ഓവർ ദ ക്രസ്റ്റ് ആണ്. അതിനകത്ത് നമ്മൾ ചെറിയൊരു എലമെന്ററി സ്ട്രിപ്പ് കൺസിഡർ ചെയ്യും ഡി എച്ച്. അതെന്ന് പറഞ്ഞ ടോപ്പിൽ നിന്ന് സ്മോൾ എച്ച് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ട ഡിസ്ചാർജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള ഒരു സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏരിയയുടെ ഫോർമുല എഴുതുക, വെലോസിറ്റിയുടെ ഫോർമുല എഴുതുക, മൾട്ടിപ്ലൈ ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക. അപ്പൊ അത്രേ ഉള്ളൂ കാര്യം. ഓരോന്നായിട്ട് പറയാൻ നോക്കിയേ. Consider a rectangular notch or weir provided in a channel carrying water as shown in figure. Okay, let capital H is a head of water over the crust and capital L. അപ്പൊ ഇതിന്റെ നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കുവാണെങ്കിൽ L എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദ നോച്ച് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ വിയർ നമുക്ക് കിട്ടും. ഇനി ഇതിന്റെ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ for finding the discharge of water flowing over the weir or notch, consider an elementary horizontal strip. അതാണ് രണ്ടാമത്തെ സെക്ഷൻ എടുത്തിരിക്കുന്നത്. elementary horizontal strip of water of thickness dh and length capital L at a depth h from the free surface of water as shown in figure. അപ്പൊ ഇതിനകത്ത് ഇനി എന്തെടുക്കുക? എല്ലും ഉണ്ട് എച്ചും ഉണ്ട്. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഏരിയ എന്ന് പറയുന്ന സ്മോൾ സ്ട്രിപ്പിന്റെ ഏരിയ എന്ന് പറയുന്ന ലെങ്ത് ഇൻറ്റു ഹൈറ്റ്, ക്യാപിറ്റൽ എൽ ഇൻറ്റു ഡി എച്ച്. ഇനി തിയററ്റിക്കൽ വെലോസിറ്റിയുടെ ഫോർമുല എന്താ? റൂട്ട് ഓഫ് 2gh. 2gh എന്ന് പറഞ്ഞാൽ എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സ്ട്രിപ്പിന്റെ മുകളിലുള്ള ഹൈറ്റ് ഓഫ് വാട്ടർ വെച്ചിട്ട്
റൂട്ട് ഓഫ് 2g h എടുക്കുക. അതാണ് ആ h എന്ന് പറഞ്ഞത്. ഇനി ആ ചെറിയ എലമെന്ററി സ്ട്രിപ്പിൽ പോകുന്ന ഡിസ്ചാർജ് ഡി ക്യു ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം നമുക്കറിയാം പ്രാക്ടിക്കൽ ആകുമ്പോഴത്തേക്കും കുറച്ച് ഡിസ്ചാർജ് വേരിയേഷൻ വരും. അപ്പോൾ ആദ്യമേ ഒരു കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു ഏരിയ ഓഫ് ദ സ്ട്രിപ്പ് ഇൻറ്റു തിയററ്റിക്കൽ വെലോസിറ്റി. ഓക്കെ, എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും സി ഡി എൽ ഡി എച്ച് ആൻഡ് റൂട്ട് 2g h. ഇനി ടോട്ടൽ ഡിസ്ചാർജ് കാരണം ഇതിനെ എങ്ങോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക? നമ്മളുടെ സീറോയിൽ നിന്നും ക്യാപിറ്റൽ എച്ച് ലിമിറ്റ് കൊടുക്കുക. ഇന്റഗ്രൽ 0 ടു ക്യാപിറ്റൽ എച്ച്, ദെൻ ബാക്കി ഡി ക്യു. ഡി ക്യു എന്ന് പറയുന്നത് സി ഡി എൽ റൂട്ട് ഓഫ് 2gh ഇൻറ്റു ഒരു ഡി എച്ച് ഉണ്ട്. ഇത് കോൺസ്റ്റന്റ് ആയ ടേംസ് എല്ലാം വെളിയിലെടുക്കുക. സി ഡി കോൺസ്റ്റന്റ് ആണ്, ക്യാപിറ്റൽ എൽ കോൺസ്റ്റന്റ് ആണ്, റൂട്ട് 2g കോൺസ്റ്റന്റ് ആണ്. ആകെ വേരി ചെയ്യുന്ന ടേം സ്മോൾ എച്ച് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് h റൈസ് ടു 1/2. അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ 0 ടു h. ഓക്കെ, അത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ h റൈസ് ടു 3/2 ഡിവൈഡ് ബൈ 3/2 വരും. അതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഫൈനൽ ഇക്വേഷൻ ഈസ് ഫോർ എ റെക്ടാങ്കുലർ വിയർ ഓർ നോച്ച് ദ ഡിസ്ചാർജ് ത്രൂ ദ റെക്ടാങ്കുലർ വിയർ എന്ന് പറയുന്നത് 2/3. ഓക്കെ, 2/3 സി ഡി എൽ റൂട്ട് 2g. ഓക്കെ, 2/3 സി ഡി എൽ റൂട്ട് 2g h റൈസ് ടു 3/2. അപ്പൊ ഇവിടെ 2/3 ആണ്, അവിടെ 3/2 എന്ന് പഠിക്കാം. കൂടുതലും പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്, എങ്കിലും ഡെറിവേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാണാതൊന്നും പഠിക്കേണ്ട, മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. 2/3 സി ഡി എൽ റൂട്ട് 2g h എന്ന് ഡയറക്റ്റ് എഴുതരുത്, h റൈസ് ടു 3/2. ഓക്കെ, ഇതാണ് റെക്ടാങ്കുലർ നോച്ചിൽ കൂടെയുള്ള ഡിസ്ചാർജ് ഫോർമുല. ഓക്കെ, നെക്സ്റ്റ് ട്രയാങ്കുലർ നോച്ചിന്റെ നോക്കാം. ഇതാണ് ഒരു ട്രയാങ്കുലർ നോച്ച്. അപ്പൊ ആദ്യമേ നോച്ച് നമുക്കൊന്ന് നോക്കാം. ഇതൊരു ട്രയാങ്കുലർ നോച്ച് ആണ്. ട്രയാങ്കുലർ നോച്ചിന്റെ സെൻട്രൽ ആംഗിൾ തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്തു. അതിന്റെ ഹൈറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് ആണ്. ഈ നോച്ചിന് മുകളിൽ കൂടെയുള്ള വാട്ടറിന്റെ ഹൈറ്റ് ക്യാപിറ്റൽ എച്ച്. നമ്മൾ സെയിം ആയിട്ട് ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. എ ബി എന്ന് പറയുന്ന ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. അതിന്റെ ഡെപ്ത് ഡി എച്ച്. ഇനി എത്ര ഡെപ്തിൽ നിന്ന് ടോപ്പിൽ നിന്ന് എച്ച് ഡെപ്തിലാണ് നമ്മൾ ആ സ്ട്രിപ്പ് അവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു പിക്ചർ, രണ്ടാമത്തെ ബി എന്ന് പറയുന്ന പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് അതിന്റെ ഹാഫ് സൈഡ് എടുക്കുക. ഓക്കെ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ സി ഒ എടുക്കുക. അപ്പൊ തീറ്റ ആംഗിൾ എത്ര വരും? θ/2 ആവും. അവിടുത്തെ ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്, ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് h ഉണ്ട്, മേളത്തെ സ്ട്രിപ്പ് വരെ സ്മോൾ h ആണ്. അപ്പൊ ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മോൾ എച്ച് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആദ്യമേ പിക്ചറിൽ വരച്ചു വെച്ചിരിക്കുക ഫോർ എ ട്രയാങ്കുലർ നോച്ച്. ഇതിനും നേരത്തെ പറഞ്ഞതുപോലെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇനി എന്തൊക്കെയാണ് നോക്കാം. The expression for the discharge over a triangular notch or weir is the same. It is derived as expression എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താ നമ്മുടെ ഫൈനൽ ഫോർമുല അല്ല ഉദ്ദേശിച്ച്. ഡിസ്ചാർജ് എന്ന് പറയുന്ന ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, ക്യാപിറ്റൽ എച്ച് ഈസ് ദ ഹെഡ് ഓഫ് ദി വാട്ടർ അബവ് വി നോച്ച് ആൻഡ് തീറ്റ ഈസ് ദ ആംഗിൾ ഓഫ് നോച്ച്. അപ്പൊ ഇവിടെ എക്സ്ട്രാ കയറി വരുന്ന തീറ്റയുടെ ടേം അവിടെ കയറി വരുന്നുണ്ട്. അപ്പൊ തീറ്റ വെച്ചിട്ട് നമുക്ക് സൈഡ് ഒക്കെ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കിയേ, കൺസിഡർ എ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഓഫ് വാട്ടർ തിക്നെസ് ഡി എച്ച് at a depth small h from the free surface of water. ഓൾറെഡി പറഞ്ഞു, ഫ്രീ സർഫസിൽ നിന്ന് സ്മോൾ എച്ച് മാറി ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുക. സ്ട്രിപ്പിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് അല്ലെ തിക്നെസ് എന്ന് പറയുന്നത് ഡി എച്ച്. ഓക്കെ, ഇനി അപ്പൊ ഈ എ ബി ആണല്ലോ നമ്മളുടെ ആ സ്ട്രിപ്പിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാല്. ഇനി ആ സ്ട്രിപ്പിന്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ 2 ടൈംസ് എ സി എടുത്ത് സെന്റർ നമ്മൾ സി എന്ന് പറയുന്ന പോയിന്റ് കൊടുത്താൽ 2 ടൈംസ് സി ചെയ്ത് കഴിഞ്ഞാൽ 2 ടൈംസ് എ സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ബിയുടെ ലെങ്ത് കിട്ടും. അപ്പൊ എ സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളൊരു ചെറിയൊരു ട്രയാങ്കിൾ ഇവിടെ കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പൊ എ സിയുടെ നമുക്ക് അൺനോൺ ആണ്, പക്ഷെ ഒ സി നമുക്കറിയാം. ഒ സി എന്ന് പറയുന്നത് ഇതിന് താഴെയുള്ള ഡെപ്ത് നമുക്കറിയാം, എച്ച് മൈനസ് സ്മോൾ എച്ച്. അത് വെച്ചിട്ട് എ സിയുടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുന്നത് tan θ/2 ആണ്. tan θ/2 എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. ഓപ്പോസിറ്റ് സൈഡ് എ സി, അഡ്ജസൻറ്റ് സൈഡ് ഒ സി. ഓക്കെ, എ സി അതുപോലെ എഴുതുക. എ സി ആണ് വേണ്ടത്. അഡ്ജസൻറ്റ് സൈഡ് എച്ച് മൈനസ് എച്ച്. ദെൻ എ സി എത്ര കിട്ടും? ക്യാപിറ്റൽ എച്ച് മൈനസ് എച്ച് ഇൻറ്റു tan θ/2. ഓക്കെ, അത് കിട്ടിയല്ലോ. ഇനി വിത്ത് ഓഫ് ദ സ്ട്രിപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര എടുക്കാം? എ ബി ആണ്. എ ബി മീൻസ് 2 ടൈംസ് എ സി. ഓക്കെ, അപ്പൊ 2 ഇൻറ്റു ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മോൾ എച്ച് ഇൻറ്റു tan θ/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എ ബി കിട്ടും. ദെൻ ഏരിയ ഓഫ് ദ സ്ട്രിപ്പ് എങ്ങനെ എടുക്കാം? ഏരിയ ഓഫ് ദ സ്ട്രിപ്പിന്റെ ഏരിയ എടുക്കുമ്പോൾ അത് റെക്ടാങ്കുലർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. ലെങ്ത് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡെപ്ത്. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് 2 ഇൻറ്റു എച്ച് മൈനസ് എച്ച് tan θ/2 ഇൻറ്റു ഡി എച്ച്. ഓക്കെ ആണല്ലോ.
ഇനി വെലോസിറ്റി അറിയാം. വെലോസിറ്റിയുടെ ഫോർമുല √2gh ആണ്. ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുക. CD ഇൻറ്റു ഏരിയ ഓഫ് ദ സ്ട്രിപ്പ് ഇൻറ്റു വെലോസിറ്റി. ദാറ്റ് ഈസ് തിയറിറ്റിക്കൽ വെലോസിറ്റി ആണ്. അതുകൊണ്ട് മാറ്റാനാണ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ദെൻ ഏരിയ ഓഫ് ദ സ്ട്രിപ്പിന്റെ വാല്യൂ 2 ഇൻറ്റു ക്യാപിറ്റൽ H മൈനസ് സ്മോൾ h ടാൻ തീറ്റ ബൈ 2 ഇൻറ്റു DH. ഇത്ര ഏരിയ ആണ്. അതിന്റെ വെലോസിറ്റി √2gh. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുക. ടോട്ടൽ ഡിസ്ചാർജ് ആണ് ഫ്രം 0 ടു ക്യാപിറ്റൽ H. ഓക്കെ, ഇനി ഇതിനകത്ത് കോൺസ്റ്റന്റ് ടേം ഏതൊക്കെയാന്ന് നോക്കിയേ. 2 കോൺസ്റ്റന്റ് വെളിയെടുക്കുക, CD കോൺസ്റ്റന്റ് വെളിയെടുക്കുക, ടാൻ തീറ്റ ബൈ 2 കോൺസ്റ്റന്റ് വെളിയെടുക്കുക, √2g കോൺസ്റ്റന്റ് വെളിയെടുക്കുക. ഇനി വേരിയിങ് ടേം ഏതൊക്കെയാന്ന് നോക്കിയേ. ഇന്റഗ്രൽ 0 ടു h അങ്ങനെ എഴുതുക. വേരിയിങ് ടേം എന്ന് പറയുന്നത് എച്ചിന്റെ ടേംസ് എല്ലാം വേരിയിങ് ആണ്. ക്യാപിറ്റൽ H കോൺസ്റ്റന്റ്, പക്ഷെ അതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ക്യാപിറ്റൽ H മൈനസ് സ്മോൾ h ഇൻറ്റു h⁻1/2 ഇൻറ്റു DH. ഇനി അതിനെ ഈ വെളിയിലുള്ള √h അകത്ത് എച്ചും സ്മോൾ എച്ചും കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുക. h⁻3/2 വരും. ഡിവൈഡ് ബൈ 3/2 മൈനസ് h⁻5/2 ഡിവൈഡ് ബൈ 5/2. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുക. അത്രേ ഉള്ളൂ. ബാക്കി സോൾവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നിങ്ങളുടെ പാർട്ടാണ്. ഇത്രയും കാര്യം ചെയ്തിട്ട് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ട്രയാങ്കുലർ നോസിലിൽ കൂടെ പോകുന്ന ഡിസ്ചാർജ് ഇക്വേഷൻ ഈസ് 8/15. ഓക്കെ, നേരത്തെ 2/3 ആണ്, ഇവിടെ 8/15. CD tan തീറ്റ ബൈ 2. ഓക്കെ, എല്ലിന്റെ ടേം ഒന്നും ഇവിടെ ഇല്ല. tan തീറ്റ ബൈ 2 √2g h⁻5/2. ഓക്കെ, അപ്പൊ അത് അതുപോലെ പഠിച്ചു വെച്ചിരിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലം ചോദിക്കും. ട്രയാങ്കുലർ നോച്ചിൽ കൂടെ പോകുന്ന ഡിസ്ചാർജ് ഫോർമുല 8/15 CD √2g tan തീറ്റ ബൈ 2 ഇൻറ്റു h⁻5/2. അവിടെ h⁻3/2 ആണ് റെക്ടാങ്കുലറി പറഞ്ഞത്. ട്രയാങ്കുലറി h⁻5/2. ഓക്കെ, ഇനി ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഈ നോച്ച് നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കുലർ ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം. തീറ്റയുടെ വാല്യൂ 90 ആയിട്ട് എടുക്കാം. അപ്പൊ ടാൻ തീറ്റ ബൈ 2 ടാൻ 45 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഈ ഒരു ടേമിന് ബാക്കി CD കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് നമ്മളൊരു വാല്യൂ 0.6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പം ഫോർ റൈറ്റ് ആംഗുലർ ട്രയാങ്കുലർ നോച്ച് വെല്ലോം ക്വസ്റ്റ്യനിൽ തരുവാണ്, നമുക്ക് പെട്ടെന്ന് ഫോർമുല എടുക്കുക. ഇറ്റ് ഈസ് 1 ദാറ്റ് ഈസ് ബാക്കി വാല്യൂസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുക. 8/15 CD ക്ക് പകരം 0.6, ടാൻ തീറ്റ ബൈ 2 1, √2 ഇൻറ്റു ജിക്ക് 9.81. വേരിയിങ് ടേം എച്ചിന്റെ ടേം നമുക്ക് അറിയത്തില്ല, അത് അതുപോലെ ഇടുക. അപ്പൊ ആൻസർ 1.417 h⁻5/2. 1.417 h⁻5/2 ആണ് ട്രയാങ്കുലർ നോച്ചിൽ കൂടെ പോകുന്ന ഇക്വേഷൻ ഫോർ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ റെക്ടാങ്കുലർ നോട്ട് ചെയ്യുക, ട്രയാങ്കുലർ നോട്ട് ചെയ്യുക. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ട്രയാങ്കുലർ നോച്ച് ഓവർ റെക്ടാങ്കുലർ നോച്ച് എന്താന്ന് നോക്കാം. ഓക്കെ, triangular notch or weir is preferred to a rectangular weir or notch due to the following reason. The expression for discharge for a right angled V notch or weir is simple. നമുക്കറിയാം ഏറ്റവും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. എളുപ്പത്തിൽ നമുക്ക് എക്സ്പ്രഷൻ ഉണ്ട്. 1.417 h⁻5/2 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പെട്ടെന്ന് ഡിസ്ചാർജ് ഫോർമുല കിട്ടും. പിന്നെ ഫോർ മെഷറിംഗ് ലോ ഡിസ്ചാർജ് എ ട്രയാങ്കുലർ നോച്ച് ഗീവ് മോർ ആക്യുറേറ്റ് റിസൾട്ട് ആണ് റെക്ടാങ്കുലർ നോച്ച്. അപ്പൊ ചെറിയ ഡിസ്ചാർജ് ഒക്കെ നമുക്ക് മതിയെങ്കിൽ ലാബിലൊക്കെ ചെയ്യാനുള്ള എന്തെങ്കിലും ഡിസ്ചാർജും കാര്യങ്ങളാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു നോച്ചാണ് ട്രയാങ്കുലർ നോച്ച്. ഇൻ കേസ് ഓഫ് ട്രയാങ്കുലർ നോച്ച് ഓൺലി വൺ റീഡിംഗ്. ഓക്കെ, it is required for the computation of discharge. ഫോർമുലക്കകത്ത് നോക്കിയേ 8/15 CD tan theta by 2 √2g ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. h⁻5/2. അപ്പൊ എച്ചിന്റെ വാല്യൂസ് മാത്രം ഉണ്ട്, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. പക്ഷേ വെയർ വരുവാണെങ്കിൽ അവിടെ ലെങ്തിന്റെ ടേംസും കൂടെ ഒക്കെ കയറി വരുന്നുണ്ട്. അപ്പൊ എക്സ്ട്രാ ഒരു ടേമും കൂടെ അവിടെ ആവശ്യമാണ്. ഇനി വെന്റിലേഷൻ ഓഫ് എ ട്രയാങ്കുലർ നോച്ച് ഈസ് നോട്ട് നെസസറി. ട്രയാങ്കുലർ നോച്ചിന് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യണോ നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഡിസ്ചാർജ് ഓവർ എ ട്രപ്പിസോയിഡൽ നോച്ച് ഓർ വിയർ. ഓക്കെ, ട്രപ്പിസോയിഡൽ നോച്ചിൽ കൂടെയുള്ള ഡിസ്ചാർജ് ഫോർമുല നോക്കിയേ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡെറിവേഷൻ ഒന്നുമില്ല. ഈ ഒരു ട്രപ്പിസോയിഡിൽ നമുക്ക് നോക്കി ഒരു റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളുമായിട്ട് നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. നോക്കി A B C D എന്ന് പറയുന്ന ഒരു ട്രയാങ്കുലറും എടുക്കാം.
പിന്നെ ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും ഉണ്ട്. രണ്ടും കൂടെ ജോയിൻ ചെയ്ത ഒരു സിംഗിൾ ട്രയാങ്കുലാർ നോച്ച് അവിടെ കിട്ടും. അപ്പൊ രണ്ടിന്റെയും കൂടെ ഡിസ്ചാർജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രപ്പിസോയിഡലിന്റെ ഡിസ്ചാർജ് കിട്ടും. ഓക്കെ, as shown in figure, a trapezoidal notch or weir is a combination of a rectangular and triangular notch. രണ്ട് ട്രയാങ്കിൾ അല്ല, ഒരു ട്രയാങ്കുലാർ നോച്ചിന്റെ കോമ്പിനേഷൻ ആണ്. Thus the total discharge will be equal to the sum of the discharge through a rectangular weir or notch and discharge through a triangular notch or weir. Okay. H എന്ന് പറയുന്നത് ആ നോച്ചിന്റെ മുകളിൽ കൂടെയുള്ള ഹൈറ്റ് ഓഫ് വാട്ടർ, L എന്ന് പറയുന്നത് ബോട്ടം ലെങ്ത് ഓഫ് ദ ക്രസ്റ്റ് ആണ്. അങ്ങനെയാണ് രണ്ട് കോഎഫിഷ്യന്റ് അവിടെ കൊടുക്കുക. CD1 എന്ന് പറഞ്ഞ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഫോർ റെക്ടാങ്കുലർ പോർഷൻ ആൻഡ് CD2 is the coefficient of discharge for triangular portion. ഓക്കെ, അപ്പോൾ ഓരോന്നും റെക്ടാങ്കുലർ പോർഷന്റെ ഫോമിൽ എങ്ങനെ എഴുതാം? അവിടുത്തെ ഡിസ്ചാർജ് Q1 എന്ന് കൊടുക്കാം, 2/3 CD L √ 2G H⁻3/2. വേരിയേഷൻ CDക്ക് CD1 എന്ന് കൊടുക്കുക. ഇനി അതിന്റെ ട്രയാങ്കുലർ നോച്ച് ആണെങ്കിൽ 8/15 CDക്ക് പകരം CD2 tan θ/2 √ 2G H⁻5/2. രണ്ടും കൂടെ ആഡ് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യേണ്ട, ഓരോന്ന് സെപ്പറേറ്റ് കണ്ടുപിടിച്ച് രണ്ടും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ട്രയാങ്കുലർ നോച്ചിൽ കൂടെയുള്ള ഡിസ്ചാർജ് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് 3 ഡെറിവേഷൻസ്. ഓക്കെ, നമുക്ക് എനിക്ക് രണ്ട് പ്രോബ്ലംസും കൂടെ നോക്കാം. ഇന്നലെ ഞാൻ ഉച്ച കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു, എനിക്ക് സുഖമില്ലായിരുന്നു, അതുകൊണ്ട് തരാൻ പറ്റിയില്ല. പ്രോബ്ലംസ് ഇതിന്റെ കൂടെ ഞാൻ 2-3 പ്രോബ്ലം കൂടെ തരാം. നോക്കിയേ, ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ഡിസ്ചാർജ് ഓഫ് വാട്ടർ ഫ്ലോയിങ് ഓവർ എ റെക്ടാങ്കുലർ നോച്ച് ഓഫ് 2 meter length when the constant head over the notch is 300 mm. Take CD 0.6. സിമ്പിൾ ആണ്. നോക്കിയേ, ഫൈൻഡ് ദ ഡിസ്ചാർജ് ഓഫ് വാട്ടർ flowing over a rectangular notch of 2 meter length. റെക്ടാങ്കുലർ നോച്ചിൽ കൂടെ പോകുന്ന ഡിസ്ചാർജ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. ലെങ്ത് ഓഫ് ദ നോച്ച് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി റെക്ടാങ്കുലർ നോച്ച് എന്ന് പറയുന്നത് 2 meter ഉണ്ട്. ഹെഡ് ഓവർ ദ നോച്ച് എന്ന് പറയുന്നത് 300 mm ഉണ്ട്. അവിടെ ഒരു യൂണിറ്റ് കൺവേർഷൻ വേണം. നോക്കിയേ, ലെങ്ത് ഓഫ് ദ നോച്ച് is equal to 2 meter. ക്യാപിറ്റൽ H, ഹെഡ് ഓവർ ദ നോച്ച് ആണ് ക്യാപിറ്റൽ H, ദാറ്റ് ഈസ് 300 mm ആണ്. 300 mm അല്ലെങ്കിൽ 0.3 meter ആണ്. ഒരു കറക്ഷൻ ഉണ്ട്, 300 mm ആൻഡ് 0.3 meter. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, CD 0.6 ആണ്. then substitute ചെയ്യുക, 2/3 CD L √ 2G H⁻3/2. CD ഉണ്ട് 0.6, L ഉണ്ട് 2 meter, ബാക്കി വാല്യൂസ് എല്ലാം ഉണ്ട്. H 0.3 raised to 1.5, 3/2 എന്ന് പറയുന്നത് 1.5. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ ഈസ് എത്ര വരും? 0.582 meter cube per second. അപ്പൊ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഫോർമുലാസ് നോക്കാം. നമുക്ക് കൂടുതൽ ഫോർമുലയും ചോദിക്കുന്ന കമ്പൈൻഡ് ആയിരിക്കും കേട്ടോ. ഒരു റെക്ടാങ്കുലർ നോച്ചിൽ കൂടെ കയറിപ്പോവും ആദ്യം, പിന്നെ ഒരു ട്രയാങ്കുലർ നോച്ചിൽ കൂടെ കയറിപ്പോവും, അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഡിറ്റർമൈൻ ദ ഹൈറ്റ് ഓഫ് എ റെക്ടാങ്കുലർ weir ഓഫ് ലെങ്ത് 6 meter to be built across a rectangular channel. The maximum depth of water on the upstream side of the weir is 1.8 meter and discharge is 2000 liter per second. Take CD is 0.6 and neglect end contraction. Okay, നോക്കാം. Determine the height of a rectangular weir of length 6 meter. ചോദിച്ചിരിക്കുന്നത് റെക്ടാങ്കുലർ വിയറിന്റെ ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ വിയറിന്റെ ഹൈറ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വാട്ടറിന്റെ ഹൈറ്റ് അല്ല, വിയറിന്റെ ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. തന്നിട്ടുള്ള എന്താ? ലെങ്ത് ഓഫ് ദ നോച്ച് 6 meter തന്നിട്ടുണ്ട്. പിന്നെ മാക്സിമം ഡെപ്ത് ഓഫ് വാട്ടർ ക്യാപിറ്റൽ H തന്നിട്ടുണ്ട്, 1.8 meter തന്നിട്ടുണ്ട്. ഡിസ്ചാർജും തന്നിട്ടുണ്ട്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ക്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചേ, ഈ ഒരു പിക്ചർ നോക്കിയേ, ഇവിടെ ഒരു വിയർ തന്നിട്ടുണ്ട്, അതിന് മുകളിലുള്ള വാട്ടറിന്റെ ഹൈറ്റ് ആണ് ക്യാപിറ്റൽ H. ഇനി ടോപ്പിൽ നിന്ന് ഏറ്റവും മോട്ടം വരെ H1 ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണ് H1 കാൽക്കുലേറ്റ് ചെയ്ത് H1 - H എടുക്കുക, H2 കിട്ടും. H2 ആണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഹൈറ്റ് ഓഫ് ദ വിയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഒരു തവണ ചോദിച്ചതാണ്. H1 എന്ന് പറയുന്നത് 1.8, Q എന്ന് പറയുന്നത് 2000, കൺവേർട്ട് ചെയ്യുക 2 meter cube per second അവിടെ കിട്ടും. ഡിവൈഡ് ബൈ 1000 ആണല്ലോ ചെയ്യേണ്ടത്, ലിറ്ററിനെ കൺവേർട്ട് ചെയ്യാൻ. CD യുടെ വാല്യൂ 0.6. Let H is the height of water above the crest of weir and H2 is the height of the weir. Okay, എന്ന് പറഞ്ഞാൽ H എന്ന് പറഞ്ഞാൽ വിയറിന്റെ ക്രസ്റ്റിന് മുകളിലുള്ള ഹൈറ്റ് ഓഫ് വാട്ടർ, ക്യാപിറ്റൽ H എന്ന് പറയുന്ന ഹൈറ്റ് ഓഫ് ദ H2 എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ വിയർ. ഓക്കെ, ഓരോന്നെടുത്ത ഡിസ്ചാർജ് ഓവർ ദ വിയർ. ഡിസ്ചാർജ് ഓവർ ദ വിയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് തന്നിട്ടുണ്ടെന്ന് ഫോമുല എഴുതി നോക്കാം. Q is equal to 2/3 CD L √ 2G H⁻3/2.
ഇവിടെ സോറി H1 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. H1 എന്ന് പറയുന്നത് മാക്സിമം ഡെപ്ത് ഓഫ് വാട്ടർ ഓൺ ദ അപ്സ്ട്രീം സൈഡ്. വിയറിന്റെ മുകളിലുള്ള അപ്സ്ട്രീം സൈഡിന്റെ മാക്സിമം ഹൈറ്റ്, ദാറ്റ് ഈസ് ബോട്ടത്തിൽ നിന്ന് ടോപ്പ് വരെയുള്ള ഹൈറ്റ് ആണ് H1 1.8 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ആകെ സ്മോൾ h കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സ്മോൾ h നമ്മുടെ ഈ ഒരു ഫോർമുല വെച്ച് സോൾവ് ചെയ്യുമ്പോൾ സ്മോൾ hന്റെ വാല്യൂ എത്ര കിട്ടും? 0.328 മീറ്റർ. 1/1 ആയിട്ട് സോൾവ് ചെയ്യണം. ഓക്കെ, 2 is equal to 2/3, 0.6, Lന്റെ വാല്യൂ 6, Hന്റെ വാല്യൂ അറിയത്തില്ല, അൺനോൺ ആണ്. സോൾവ് ചെയ്യുക. Hന്റെ വാല്യൂ എത്ര ആയിട്ട് കിട്ടും? 0.328 മീറ്റർ ആയിട്ട് കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ ആകെ ചെയ്യേണ്ടത്. പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന H2 ആണ്. H2 കാൽക്കുലേറ്റ് H1 തന്നിട്ടുണ്ട്. Then H1 minus capital H is equal to depth of water on the upstream side minus H is equal to substitute ചെയ്യുക. H1 1.8, ഇപ്പൊ H നമുക്ക് കിട്ടി 0.3. അപ്പൊ ഹൈറ്റ് ഓഫ് ദ വിയർ അല്ല ഹൈറ്റ് ഓഫ് ദ ക്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ 1.472 മീറ്റർ. ഓക്കെ, അപ്പൊ ഇത്രയും മതി. ഇത്രയും ഡെറിവേഷനും ഈ രണ്ട് പ്രോബ്ലം കൂടെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. നെക്സ്റ്റും ബാക്കി പ്രോബ്ലംസ് എല്ലാം ഒറ്റ ക്ലാസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.